everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 65th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax, and in this lecture we are going to discuss a problem on advance payment of tax. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രീ ബോസ് എസ്റ്റിമേറ്റഡ് ദ ഫോളോയിങ് ഇൻകംസ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ ഇനി പറയുന്ന ഇൻകംസ് ആണ് ശ്രീ ബോസ് എന്ന ഇൻഡിവിജ്വൽ എസ്റ്റിമേറ്റ് ചെയ്തത്. എന്തൊക്കെ ഇൻകംസ് ആണെന്ന് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ ₹75,000. Income from profession taxable ₹7,07,500. Dividend from X and company ₹10,000. ഏതൊക്കെ ഇൻകംസ് ആണ് ഉള്ളത്? ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഉണ്ട്, പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം ഉണ്ട്, ഡിവിഡൻറ്റും ഉണ്ട്. ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് പേയബിൾ ആസ് അഡ്വാൻസ് ടാക്സ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ 2020-21 പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ ഇൻഡിവിജ്വലിന് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഡിഫറെൻറ്റ് ഹെഡ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഉണ്ട്, പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം ഉണ്ട്, ഡിവിഡൻ്റ് ആയിട്ടുള്ള ഇൻകം, അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരുന്നത്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഹെഡ്സിൽ ഇൻകം ഉള്ള കേസിൽ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനാണ്. അതിലേക്കാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പോകുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്, ക്വസ്റ്റ്യനിലുണ്ട്. ₹75,000 ആണ് എമൗണ്ട്. സെക്കൻഡ് വൺ ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ്, അതും ക്വസ്റ്റ്യനിലുണ്ട്. ₹7,07,500 ആണ് എമൗണ്ട്. തേർഡ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്ന ഐറ്റമാണ് ഡിവിഡൻറ്റ്. നമ്മൾ മുമ്പും പല പ്രോബ്ലംസിലും ഡിസ്കസ് ചെയ്തതാണ്. ഡിവിഡൻറ്റ് ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. സോ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് ഇവിടെ എടുക്കില്ല. മറ്റ് ഇൻകംസ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിലില്ല. സോ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകവും പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകവും കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം, ആൻഡ് ദാറ്റ് ഈസ് ₹7,82,500. നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് അലോ ചെയ്ത് കഴിയുമ്പോൾ വരുന്നതാണ് ടോട്ടൽ ഇൻകം. ഈ ക്വസ്റ്റ്യനിൽ ഡിഡക്ഷൻ്റെ എമൗണ്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെയാണ് ടോട്ടൽ ഇൻകമായിട്ട് വരുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം ₹7,82,500 ലെസ് ഡിഡക്ഷൻ നിൽ, ബിക്കോസ് ഇവിടെ ഡിഡക്ഷൻ ഒന്നും തന്നെ ഇല്ല. സോ ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻകം കംസ് ടു ₹7,82,500. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്കാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. അഡ്വാൻസ് ടാക്സ് പേയബിളിൻ്റെ കമ്പ്യൂട്ടേഷന് ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ടോട്ടൽ ഇൻകത്തിൽ പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട് ആണ്. നേരത്തെ കണ്ടെത്തിയ ടോട്ടൽ ഇൻകത്തിൻ്റെ എമൗണ്ട് ₹7,82,500 ആണ്. സോ നമുക്ക് ₹7,82,500 പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ടിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസാണ്. ഈ പറയുന്ന ഇൻഡിവിജ്വൽ സീനിയർ സിറ്റിസണോ സൂപ്പർ സീനിയർ സിറ്റിസണോ അല്ല. അതുകൊണ്ട് തന്നെ അതർ ഇൻഡിവിജ്വൽസിൻ്റെ കാറ്റഗറിയിലാണ് ഈ ഇൻഡിവിജ്വൽ വരുന്നത്. ആൻഡ് 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ അതർ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റിനായിട്ട് ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ്സ് ഓഫ് ടാക്സ് ആണ് ഇവിടെയും ആപ്ലിക്കബിൾ ആകുന്നത്. ആൻഡ് ആ റേറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓൺ ഫസ്റ്റ് ₹2,50,000 നിൽ. On next ₹2,50,000 5%. On next ₹5,00,000 20%. On the balance 30%. അതായത് അസസിയുടെ ഇൻകത്തിൻ്റെ ഫസ്റ്റ് ₹2,50,000 ടാക്സ് ഇല്ല. നെക്സ്റ്റ് ₹2,50,000 5% എന്ന റേറ്റിൽ ടാക്സ് പേയബിൾ ആണ്. നെക്സ്റ്റ് ₹5,00,000 20% എന്ന റേറ്റിൽ ടാക്സ് പേയബിൾ ആണ്. ബാലൻസ് ഇൻകത്തിൽ 30% എന്ന റേറ്റിൽ ടാക്സ് പേയബിൾ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ടോട്ടൽ ഇൻകത്തിൻ്റെ എമൗണ്ട് ₹7,82,500 ആണ്. സോ നമ്മൾ ടാക്സ് ഓൺ ₹7,82,500 ആണ് ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്.
ഫസ്റ്റ് 2,50,000 റുപ്പീസ് നിൽ ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2,50,000 റുപ്പീസിന് @5% ടാക്സ് പേയബിൾ ആകുന്നത്. 2,50,000 റുപ്പീസിൻ്റെ 5% എന്ന് പറയുന്നത് ₹12,500 ആണ്. സോ ടോട്ടൽ ഇൻകമായ ₹7,82,500 ഫസ്റ്റ് 2,50,000 റുപ്പീസിന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2,50,000 റുപ്പീസിന് 5% എന്ന റേറ്റിൽ ടാക്സ് ഉണ്ട്, ₹12,500. സോ ടോട്ടൽ ഇൻകമായ 7,82,500 റുപ്പീസിൽ നിന്നും 5 ലാക്ക് പോയി. ഇനി ബാക്കിയുള്ള എമൗണ്ട് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ₹2,82,500 ആണ്. റേറ്റ്സ് പ്രകാരം ഫസ്റ്റ് 2,50,000 നെക്സ്റ്റ് 2,50,000 @5% ആണ്. നെക്സ്റ്റ് 5 lakhs റുപ്പീസിൽ 20% ആണ്. ഇവിടെ ബാലൻസ് ഇൻകം 5 lakhs തികച്ചില്ല. സോ നമ്മൾ ബാലൻസ് ഉള്ള 2,82,500 റുപ്പീസിനെ 20%-ൽ ടാക്സ് ചെയ്യുകയാണ്. 2,82,500 റുപ്പീസിൻ്റെ 20% എന്ന് പറയുന്നത് ₹56,500 ആണ്. സോ ടോട്ടൽ ഇൻകമായ 7,82,500 റുപ്പീസിൽ പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12,500 പ്ലസ് 56,500 ദാറ്റ് ഈസ് ഈക്വൽ ടു ₹69,000. സോ 69,000 റുപ്പീസാണ് ടോട്ടൽ ഇൻകമായ ₹7,82,500ൽ പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട്. ഇനി നമുക്ക് അഡ്വാൻസ് ടാക്സ് പേയബിളിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് തിരിച്ചു വരാം. ടാക്സ് ഓൺ ₹7,82,500 ₹69,000 അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മളിപ്പോൾ കണ്ടു. ഇവിടെ ടോട്ടൽ ഇൻകം 50 lakh റുപ്പീസിന് എക്സീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സർചാർജ് ആപ്ലിക്കബിൾ അല്ല. ആഡ് സർചാർജ് നിൽ, സർചാർജ് അതുകൊണ്ട് നില്ലാണ്. സോ ദ എമൗണ്ട് കംസ് ടു ₹69,000. ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് @4%. 4% എന്ന റേറ്റിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആപ്ലിക്കബിൾ ആണ്. 69,000 റുപ്പീസിൻ്റെ 4% ആണ്. ദാറ്റ് ഈസ് ₹2,760. 69,000നോടൊപ്പം 2,760 കൂടി ആഡ് ചെയ്യുമ്പോൾ ദ എമൗണ്ട് കംസ് ടു ₹71,760. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു TDSൻ്റെ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ടാക്സിൻ്റെ എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്യണമെന്ന്. ഈ ക്വസ്റ്റ്യനിൽ TDSൻ്റെ എമൗണ്ട് ഒന്നും തന്നെ ഇല്ല. സോ ലെസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇസ് നിൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ കംസ് ടു ₹71,760. ക്ലിയർ? ഇവിടെ ഇപ്പോൾ കണ്ടെത്തിയ അഡ്വാൻസ് ടാക്സ് പേയബിൾ ആണ് ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്യുന്നത്. അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റും പേയബിൾ ആകുന്ന എമൗണ്ടിൻ്റെ പെർസെൻറ്റേജും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് എമൗണ്ട് പേയബിൾ ഓൺ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് വരാം. ഫസ്റ്റ് കേസിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 50th ജൂൺ ആണ്, വിച്ച് മീൻസ് അപ് ടു 15th ജൂൺ വരെയാണ്. ഇത് 2020-21 ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് ഫസ്റ്റ് ഡ്യൂ ഡേറ്റ് അപ് ടു 15/6/2020 ആണ്. ആ കേസിൽ പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 15%-ൽ കുറയാതെയുള്ള എമൗണ്ട് ആണ്. അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്തു. ₹71,760 ആണ്. സോ 71,760 റുപ്പീസിൻ്റെ 15% ആയ ₹10,764 ആണ് ഫസ്റ്റ് ഡ്യൂ ഡേറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 50th സെപ്റ്റംബർ ആണ്. ദാറ്റ് ഈസ് അപ് ടു 50th സെപ്റ്റംബർ വരെയാണ്. ഇത് 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ കേസ് ആയതുകൊണ്ട് തന്നെ അപ് ടു 15/9/2020 ആണ് ഡ്യൂ ഡേറ്റ്. ആൻഡ് ഈ കേസിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 45%-ൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് ആണ്. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ പേയബിൾ ആകുന്ന 45% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻ്റ് ആയ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ പേയബിൾ ആകുന്ന 15% ലെസ് ചെയ്യുന്നു. സോ 30% ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ് സെക്കൻഡ് കേസിൽ പേയബിൾ ആകുന്നത്. സോ 71,760 റുപ്പീസിൻ്റെ 30% എന്ന് പറയുന്നത് 21,528 റുപ്പീസാണ്. സോ ഈ എമൗണ്ട് ആണ് സെക്കൻഡ് കേസിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്നത്.
തേർഡ് കേസിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് ഓൺ ഓർ ബിഫോർ 50th ഡിസംബർ ആണ്. ദാറ്റ് ഈസ് അപ് ടു 50th ഡിസംബർ ആണ്. ഇത് 2020-21 ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് ഡ്യൂ ഡേറ്റ് അപ് ടു 50th 12/2020 ആണ്. ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 75%-ൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇവിടെ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിന് ഏർലിയർ ആയിട്ടുള്ളത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റുമാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ 15%-ഉം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 30%-ഉം പേ ചെയ്തു. അതായത് ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ മൊത്തം 45% പേ ചെയ്തു. സോ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ 75% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഈ 45% ലെസ് ചെയ്തതിന് ശേഷമുള്ള 30% ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ് പേയബിൾ ആകുന്നത്. സോ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 71,760 റുപ്പീസിൻ്റെ 30%, ദാറ്റ് ഈസ് റുപ്പീസ് 21,528. ഓക്കെ. ഇനി ഫോർത്ത് കേസിലെ ഡ്യൂ ഡേറ്റ് ഓൺ ഓർ ബിഫോർ 50th മാർച്ച് ആണ്. ദാറ്റ് ഈസ് അപ് ടു 50th മാർച്ച്. ഇത് 2020-21 ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് അപ് ടു 15/3/2021 ആണ് ഡ്യൂ ഡേറ്റ്. ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 100%-ൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇവിടെ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിന് ഏർലിയർ ആയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട്, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു 15%-ഉം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു 30%-ഉം തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു 30%-ഉം പേ ചെയ്തു. സോ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ എല്ലാം കൂടി 75% ഓഫ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്തു. സോ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100%-ൽ നിന്നും ഈ 75% ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 25% ആണ്. 71,760 റുപ്പീസിൻ്റെ 25% എന്ന് പറയുന്നത് റുപ്പീസ് 17,940 ആണ്. ഈ എമൗണ്ട് ആണ് ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തു. ക്ലിയർ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. താങ്ക് യു.